ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറാണ് ഷഫീന ബീവി. ഷഫീന ബീവിയുടെ സ്വഭാവം എന്താണെന്നും പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം മറ്റുള്ളവർക്ക് എന്ത് വിഷമോ ആവും, അങ്ങനെ ഹേർട്ട് ചെയ്യും, അങ്ങനെയൊന്നും ഓർത്തും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. പറയേണ്ടത് തുറന്നടിച്ച് പറയുക, അത് മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുമോ അങ്ങനെയൊന്നും ചിന്തിച്ച് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പല ആൾക്കാരും പറയാറുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കാരത്തിനെ പോലെ ചെയ്യണമെന്ന്. നല്ല കമൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ആളാണെന്ന് തന്നെ പറയാം. അപ്പോൾ പുള്ളിക്കാരി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് രേണു സുധിക്കെതിരെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വളരെ മോശമായിട്ട് രേണു സുധിനെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വേർഡ്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി വീഡിയോ ചെയ്തത്. അതിനെതിരെ രേണു സുധി പ്രതികരിച്ച് വീഡിയോ ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ അകത്ത് പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട്, രേണു സുധി കണ്ടവരുടെ കൂടെ കടന്നും തിരിഞ്ഞും തുണിയില്ലാതെയൊക്കെ കടന്നാണ് റീച്ച് ഉണ്ടാക്കുന്നത്, കാശുണ്ടാക്കുന്നത് എന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് വളരെ മോശം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് വളരെ മോശം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം പുള്ളിക്കാരി എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പുള്ളിക്കാരി മറ്റുള്ളവരുടെ കൂടെ ആ രീതിയിൽ പോയിട്ടുണ്ടോ എന്നൊരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയാവുന്നതല്ല. പേഴ്സണലി ആർക്കും അറിയാവുന്നൊരു കാര്യമല്ല. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ചുമ്മാ ഇങ്ങനെ മറ്റൊരു ആളെ ഇത്രയും തരം താഴ്ത്തുന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, എന്തിനീ നാണം കെട്ട രീതിയിൽ ഉളുപ്പില്ലാതെ ആ വീട്ടിൽ കിടക്കുന്നത് തിരിച്ചവർക്ക് എഴുതി കൊടുക്കണമെന്ന് പറയുന്നു. ഒരു വിധത്തിൽ അത് അവരുടെ മക്കൾക്ക് കിട്ടിയത് തിരിച്ച് ആർക്കും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് അവർ പറഞ്ഞ രീതി തെറ്റാണെങ്കിൽ പോലും എനിക്കും അത് തോന്നിയിട്ടുണ്ട്. കാരണം ആ വീട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചാൽ ആ വീട് വിട്ടു കൊടുക്കണം, അങ്ങനെ രീതിയിൽ ആ വീട്ടിൽ കടന്നിട്ടും ഒരു സ്വൈര്യത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരിത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം രേണുസുധി കാറൊക്കെ മേടിച്ചില്ല, ഇനി ഒരു വീടും മേടിക്കാനുള്ള ഭാഗ്യം രേണുസുധിക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ ഇനി ബാക്കിയുള്ളവരുടെ ഈ വായിലിരിക്കുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള കേസുകളൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. നെഗറ്റീവായിട്ടല്ല പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യവും കൂടെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് രേണു സുധി ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ വീണ്ടും ഷഫീന ബീവി വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നത്. അതിൻ്റെ അകത്ത് ഷഫീന ബീവി പറയുന്ന കാര്യമാണ്, നിൻ്റെ അച്ഛൻ മൈക്കാട് തങ്കച്ചൻ എന്താണ് ചെയ്യുന്നത്, നീ കൊണ്ടുവരുന്നത് മുണുങ്ങിക്കൊണ്ട് വീട്ടിലിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. സാധാരണ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അച്ഛനമ്മമാരുടെയും എല്ലാ വീട്ടിലും ഈ സാഹചര്യം തന്നെയല്ലേ നടക്കുന്നത്. കാരണം അതിൽ വലിയ അന്തസ്സുകേടായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായി കഴിയുമ്പോൾ മക്കൾ കൊണ്ടുവരും, അവർ കൊണ്ടുവരുന്നത് കഴിച്ച് തന്നെയാണ് എല്ലാ അച്ഛനമ്മമാരും ജീവിക്കുന്നത്. പലർക്കും ആ ഭാഗ്യം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഗ്യം കിട്ടുന്നവർ അങ്ങനെ ജീവിക്കട്ടെ, അത് അച്ഛൻ്റെ ഭാഗ്യം തന്നെയല്ലേ. മോള് കൊണ്ടുകൊടുത്ത് അവരെ നോക്കുന്നില്ലേ, അല്ലെങ്കിൽ താൻ ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നില്ലല്ലോ, കൊണ്ടുകൊടുത്ത് വന്ന് പൊന്നുപോലെയല്ലേ നോക്കുന്നത്. അപ്പോൾ പൊന്നുപോലെ തന്നെ അവർ ജീവിക്കട്ടെ, അതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല. കാരണം എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ്. പ്രായം ചെന്ന് കഴിഞ്ഞാൽ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയാണ്. അവർ വളർത്തിയ മക്കളിൽ നിന്ന് ആഹാരം മേടിച്ച് തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത്. അത് ഭാഗ്യം പല ആൾക്കാർക്കും ഉണ്ടാകുന്നില്ലെന്ന് പറയാം. അപ്പോൾ ഉണ്ടായവരങ്ങനെ ജീവിക്കട്ടെ എന്ന് തന്നെ പറയാം. അതൊന്നും വലിയ മോശമുള്ള കാര്യമായിട്ട്. പിന്നെ ഹനാൻ പറഞ്ഞത് അബോർഷൻ കേസിനെ പറ്റി പ്രതികരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചും രേണുസുധി പുതിയൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അബോർഷൻ ചെയ്തിട്ടുണ്ടോ നാട്ടുകാരുടെ അടുത്തെല്ലാം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അവരുടെ വീട്ടിലത് ബോധിപ്പിച്ചാൽ പോരെ, ഇതിലൊന്നും കാര്യമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ പിന്നെ അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യും. ഇച്ചിരി അധികം മോശമായി പോയില്ലേ അതോ പക്ഷേ ഷഫീന ബീവി ആ വീഡിയോ പങ്കുവച്ചതിന് താഴെ രേണു സുധി എന്ന വ്യക്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരാടെ കമൻറ്റ് പോലും ഇല്ല. അതാണ് കേട്ടോ വലിയൊരു ഇത്. കാരണം എല്ലാ ആൾക്കാരും ഷഫീന ബീവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻസാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം, നിങ്ങൾക്കെങ്കിലും ഇങ്ങനെ തുറന്നടിച്ച് പറയാൻ തോന്നിയല്ലോ, അവൾക്ക് ഇച്ചിരി അഹങ്കാരം കുറഞ്ഞല്ലോ എന്ന രീതിയിൽ മുഴുവൻ ആൾക്കാരും പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് വീഡിയോസിന് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു ആൾ പോലും രേണു സുധിനെ കമൻറ്റ് ഞാൻ നോക്കിയ ടൈമിലില്ല, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയാം, ഞാൻ നോക്കിയ ടൈമിൽ ഒരു വീഡിയോസിന് പോലും ഒരു കമൻറ്റ് പോലും രേണു സുധീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുമില്ല. അത് എന്താണെന്ന് അറിയില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ രേണുസുധിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കൂടെ ചേർന്ന് നിന്ന് പറയണം, ഞങ്ങളെ ഇത്രയധികം അവഹേളിക്കുകയും മോശപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ വീട് റദ്ദ് ചെയ്യുന്നു എന്ന് രണ്ടുപേരൂടെ ഉറച്ചങ്ങോട്ട് തീരുമാനിക്കുകയാണ് വേണ്ടത്. അതിനേക്കാൾ ഉപരി വല്ലവന്റെയും കണ്ടം വിഴുങ്ങിയും വല്ലവന്റെയും ഷിറ്റ് തിന്ന് ജീവിക്കുന്നതിലും ഭേദം അതങ്ങ് തിരിച്ചു കൊടുത്തൂടേടി. നാണം ഉണ്ടോടി നിനക്ക്? നീ എന്തിനടി വല്ലവരുടെയും ആ ഷിറ്റിന്റെ പുറത്ത് കയറി കിടക്കുന്നത്? നിനക്ക് അതിനകത്ത് കിടന്ന ഉറക്കം വരുമോ? ഒരു അല്പം ഉളുപ്പ് കാണിച്ചൂടേടി, ഒരു അല്പം അഭിമാനം കാണിച്ചൂടെ? അല്പൻ ഐശ്വര്യം വന്ന അർദ്ധരാത്രി കുട പിടിക്കും എന്ന് പറയുന്ന കണക്ക് കുറെ മേക്കപ്പ് ഇട്ട് കുറെ ചായവും തേച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാ ഉടനെ മാത്രം നിന്നെ അങ്ങ് എടുത്ത് തൂക്കി തലയെ വെക്കും നീ അങ്ങ് തെറ്റിദ്ധരിച്ച. വന്നിട്ട് കുറെ കൊലയുടെ വർത്താനം പറഞ്ഞു നോക്കി, ഏവന്റെ ഇവിടെയൊക്കെ മലന്നും കമന്നും തിരിഞ്ഞും തുണിയില്ലാതെ ഒക്കെ കിടന്നു നോക്കി, എന്നിട്ടൊന്നും ഒരു പട്ടിച്ചാത്തനും തിരിഞ്ഞു നോക്കുന്നില്ല. മാത്രമല്ല ഈ തങ്കച്ചൻ, മിസ്റ്റർ തങ്കച്ചൻ എന്ത് ചിലപ്പാണ്? മൈക്കാട് തങ്കച്ചൻ എന്താണ് പണിയെടുക്കുന്നത്? നീ കൊണ്ടുവരുന്ന ചാമാനം തിന്നുകൊണ്ട് അവിടെ കയറി കുത്തിയിരിക്കണം അല്ലയോ? അങ്ങനെയല്ലേ ഉള്ളത്? അങ്ങനെയുള്ള മൈക്കാട് തങ്കച്ചൻ അല്ലല്ലോടി ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിലുള്ള എന്റെ ഫാദർ.
ഒരു യോഗ്യത നിങ്ങൾക്കില്ല ബീവി. പിന്നെ അടുത്തത്, മരിച്ച് മണ്ണോട് ചേർന്ന് എന്റെ സുതിച്ചേട്ടന്റെ ആത്മാവിനെ പറയാൻ പോലും ഒരു യോഗ്യത. നിങ്ങൾ ഒരു വിധവയല്ലേ? ആണോ അല്ലയോ? നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയതല്ലേ? പിന്നെ അദ്ദേഹത്തിനെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഹസ്ബൻഡ് ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് നാണമുണ്ടോ എന്നെ വിറ്റ് കാശാക്ക സ്ത്രീയെ? നിങ്ങൾ എന്താ ഓർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാം? പിന്നെ ഈ തള്ളക്കെതിരെ കേസ് തള്ളയും തന്നെ വിളിക്കും. ഈ തള്ളച്ചിക്കെതിരെ എന്നെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് നിങ്ങളാണ് നികൃഷ്ടജീവി. നിങ്ങൾക്ക് ഇനി ഇതിനുള്ള മറുപടി നിങ്ങൾ കൊണ്ടുവന്നാൽ പോലും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും പിന്നെ ചേട്ടനെയും പറ്റി ഒരുത്തനും അധികാരമില്ല പറയാൻ വേണ്ടി, ഇല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരുത്തനും ഇല്ല പറയാൻ അധികാരം. പറയട്ടേടി. പിന്നെ ഇതിനനുസരിച്ച് ഇനി നിങ്ങൾ റിപ്ലൈ ഇട്ടാലും രേണു സുധി റിയാക്ട് ചെയ്യത്തില്ല. കാരണം മതി തളച്ചിക്ക് റീച്ച് കൊടുക്കുന്നത് മതി. പിന്നെ വേറൊരു കൊറേ ദിവസം ഏച്ചിക്കിട്ട് ഉണ്ടാക്കുന്നത്. അതെ വേറൊരു ബ്ലോഗ് കണ്ടു. രേണു സുധി ഷെഫീന ബീവിക്കെതിരായി ഇന്ന് ഏതാണ്ട് ഒലത്ത് വന്നെന്നെ പറയാ ഓനെ നേരിട്ട് വാ, ഓളെങ്കിലോള് നേരിട്ട് വാ, എന്നിട്ട് ഒലത്താൻ നിൽക്കുക കേട്ടോ. അവിടെ ഒലത്താൻ ഉണ്ടാകില്ല കേട്ടോ. അവർക്കുള്ള അതേ നാവാണ് എനിക്കും ഉള്ളത്. ഞാനും ഒരു വിടോയാണ്, അവരും ഒരു വിടോയാണ്. മനസ്സിലായോ?